അയ്യപ്പനും ഗുരുവായൂരപ്പനും. അവരുടെ രണ്ടുപേരുടെയും പേരുള്ള പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അനവധി ദേവീക്ഷേത്രങ്ങളിൽ നിന്ന്, ശിവക്ഷേത്രങ്ങളിൽ നിന്ന്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ എനിക്ക് 2-3 പുരസ്കാരങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ഈ പുരസ്കാരങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഇന്ന് ലഭിക്കുന്ന ഈ പുരസ്കാരത്തിനുണ്ട്. അതിന് കാരണം നിങ്ങൾക്കറിയില്ല, ഞാൻ പറയാം. മീനമാസത്തിലെ രോഹിണിയാണ് ഇന്ന്. മീനമാസത്തിലെ രോഹിണി നാളിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ 86ാം ജന്മനക്ഷത്രമാണിത്. ഞാൻ ജനിച്ചിട്ട് 86 വർഷമാണ്. ആ 86ാം ജന്മദിനത്തിൽ എന്നെ ഇവിടെ വിളിച്ച് വാടാ ഇത് വിളിച്ചുകൊണ്ട് പോ എന്ന് പറയാനുള്ള കരികത്തമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ ഞാൻ അതീവ സംതൃപ്തനാണ്. ഇതൊരു വലിയ പുണ്യമാണ്. മീനമാസത്തിലെ രോഹിണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജ്യോതിശാസ്ത്രം, നമ്മുടെ ഭാരതീയ ജ്യോതിശാസ്ത്രം ചന്ദ്രനെ ആധാരമാക്കിയുള്ളതാണ്, സൂര്യനെ ആധാരമുള്ളതൊക്കെയല്ല. പാശ്ചാത്യ സൂര്യനെ ആധാരമാക്കിയാണ് സോഡിയാക്, അതായത് അവരുടെ. പക്ഷെ നമ്മൾ ചന്ദ്രനെ ആധാരമാക്കിയാണ് ദിവസങ്ങളും നക്ഷത്രങ്ങളൊക്കെ എഴുതുന്നത്. കാരണം 27 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചാന്ദ്രമാസമാണ്, ചന്ദ്രൻ്റെ മാസമാണ് 27 നക്ഷത്രങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ നക്ഷത്രമാണ് യഥാർത്ഥ ജന്മദിനം എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ സംസ്കാരം അതാണ്. എന്നാൽ ലോകം ഒന്നാവുകയും വിദേശ സംസ്കാരം നമ്മളെ സ്വാധീനിക്കുകയും ചെയ്തപ്പോഴാണ് ഡേറ്റ് ഓഫ് ബർത്ത്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാൻ കഴിയുന്നത്.